കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ രാജിവെച്ചു. IPL വിജയാഘോഷത്തിനിടെ ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലുണ്ടായ അപകടത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്താണ് രാജി. കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി എ ശങ്കർ, ട്രഷറർ ഇ ജയറാം എന്നിവരാണ് രാജിവെച്ചിരിക്കുന്നത്. അപകടത്തിൽ വിരാട് കോഹ്ലിയെ പ്രതി ചേർക്കണമെന്നാവശ്യപ്പെട്ട് സാമൂഹിക പ്രവർത്തകൻ HM വെങ്കടേഷ് പരാതി നൽകിയിട്ടുണ്ട്. മുഹമ്മദ് റഹീസ് ബംഗളൂരുവിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. റഹീസ്, ഈ കാര്യങ്ങളിലെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടാണ് കർണാടക BCCIയിലെ അംഗങ്ങൾ രാജിവെച്ചിരിക്കുന്നത്. ധാർമ്മിക ഉത്തരവാദിത്തം മാത്രമേ അവർക്ക് ഈ കാര്യത്തിലുള്ളൂ. അവർ ഒളിവിലാണ് എന്ന് നേരത്തെ പോലീസ് പറഞ്ഞിരുന്നു. എന്താണ് മറ്റു വിവരങ്ങൾ? GK ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കുന്നു എന്നാണ് ഇപ്പോൾ KCA സെക്രട്ടറി എ ശങ്കറും ട്രഷറർ ഇ ജയറാമും പറയുന്നത്. ധാർമ്മിക ഉത്തരവാദിത്വം മാത്രമേ ഉള്ളൂ എന്നുള്ള ചോദ്യം ഒരു വശത്ത് നിൽക്കുന്നു. അത് മാത്രമല്ല, ഇവർ ഈ വാർത്താക്കുറിപ്പിൽ മാധ്യമങ്ങൾക്കൊരു വാർത്താക്കുറിപ്പ് നൽകിയാണ് ഇവർ ഇക്കാര്യം അറിയിക്കുന്നത്. ആ വാർത്താക്കുറിപ്പിൽ പറയുന്നത് തങ്ങൾക്ക് ഈ പരിപാടി കണ്ടക്ട് ചെയ്യുന്നതിൽ, ഈ പരിപാടി നടത്തുന്നതിൽ ചെറിയ റോള് മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഒരു വലിയ അപകടം ഉണ്ടായതുകൊണ്ട് അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു. സത്യത്തിൽ ഇതൊരു ന്യായീകരണം കൂടി കലർന്ന ഒരു കുറിപ്പാണ് അവർ നൽകിയിരിക്കുന്നത്. തങ്ങൾക്ക് ഇതിൽ വലിയ റോളൊന്നും ഇല്ലായിരുന്നു, പക്ഷെ ഒരു അപകടം ഉണ്ടായപ്പോൾ തങ്ങൾ എന്തോ മഹാമനസ്കത കൊണ്ട് രാജിവെക്കുന്നു എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ഇവർ ഈ കത്ത് നൽകിയിരിക്കുന്നത്. ഇതിന് പ്രധാനമായും വന്നിട്ടുള്ളത് രണ്ട് കാര്യമാണ്. ഒന്നാമത്, പോലീസ് ഇന്നലെ ഇവരെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. രാവിലെ തന്നെ പലരുടെയും വീടുകളിലെത്തി. അപ്പോൾ ഇവരൊക്കെയും ഒളിവിലായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം മാത്രമാണ് കർണാടക ഹൈക്കോടതി ഇവരുടെ അറസ്റ്റ് തടഞ്ഞത്. അതിന് പിന്നാലെ ഇവർ രാത്രിയോടുകൂടി വീടുകളിലെത്തുന്നു. ശേഷമാണ് ഈ രാജിക്കത്തൊക്കെയും നൽകുന്നത്. ഈ രാജി അംഗീകരിച്ചിട്ടുണ്ടോ എന്ന് പോലും ഇപ്പോൾ KCA പ്രസിഡന്റ് അറിയിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. രണ്ടാമതായി, BCCI വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. BCCI ഇങ്ങനെ ഒരു കാര്യം നടക്കുമ്പോൾ തങ്ങൾ മിണ്ടാതിരിക്കില്ല, കൃത്യമായ നടപടി ഉണ്ടാകും എന്നുള്ള കാര്യം ഇന്നലെ രാത്രി തന്നെ BCCIയുടെ പല ഔദ്യോഗിക വൃത്തങ്ങളും അത്തരത്തിൽ കൃത്യമായ നിലപാട് ശക്തമായ ഭാഷയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും ഈ ഘട്ടത്തിൽ നിർണായകമായിട്ടുണ്ട് ഇവരുടെ രാജിയിൽ. ഒപ്പം തന്നെ പിന്നീട് ഇന്നുണ്ടായ ഒരു പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ്, വിരാട് കോഹ്ലിയെ പ്രതി ചേർക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പരാതിയാണ്. ആ പരാതിന്മേൽ എന്ത് നടപടി എടുക്കണമെന്ന് പോലും ഇപ്പോൾ കബ്ബൺ പാർക്ക് പോലീസ് സ്റ്റേഷൻ അധികൃതർക്ക് അറിയില്ല. കോഹ്ലിയെ എങ്ങനെ പ്രതി ചേർക്കാനാകുമെന്ന് ഒരു വശത്ത് ചോദിക്കുമ്പോൾ കോഹ്ലി നടത്തിയൊരു ആഹ്വാനമുണ്ട്. നിങ്ങളെല്ലാവരും ബംഗളൂരുവിലേക്ക് എത്തണം, നമ്മുടെ വിജയാഘോഷം അവിടെയാണ് നടക്കുന്നത്, അവിടെ തങ്ങൾക്ക് വലിയൊരു സ്വീകരണം നൽകണം എന്നതുൾപ്പെടെ ഈ മത്സരത്തിന് തൊട്ട് പിന്നാലെ വിരാട് കോഹ്ലി പറഞ്ഞിരുന്നു. അപ്പോൾ ആ സാഹചര്യം കൂടി പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിനെയും പ്രതി ചേർക്കേണ്ടതില്ലേ എന്നുള്ളൊരു ചോദ്യം മറുവശത്തുണ്ട്. എന്തായാലും നിയമപ്രശ്നമൊക്കെ ആലോചിച്ചാവും അതിലൊരു തീരുമാനം. ഇപ്പോൾ എന്തായാലും ഈ വിഷയത്തിൽ സർക്കാർ ആകെ കൈയൊഴിഞ്ഞ മട്ടിലാണ്. അവർ അത് ക്രിക്കറ്റ് അസോസിയേഷൻ തലയിൽ വെക്കുന്നു. ഒപ്പം തന്നെ ഈ RCBക്കും ഈ ഇവന്റ് മാനേജ്മെന്റ് ടീമിനും തലയിലേക്കാണ് അവർ ഇത് വെക്കുന്നത്. പക്ഷേ ക്രിക്കറ്റ് അസോസിയേഷൻ ആകട്ടെ ഇത് പൂർണ്ണമായും RCBയുടെയും ഇവന്റ് മാനേജ്മെന്റ് ടീമിന്റെയും ഉത്തരവാദിത്തമാണെന്നാണ് പറയുന്നത്. RCBയുടെ നിലപാട് തങ്ങളുടെ ശരി, മുഹമ്മദ് റഹീസ് ആണ് ബംഗളൂരുവിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.